പ്രിയങ്ക ഗാന്ധിയെ കാണാനില്ല. എവിടെയാണ്? ജീവിച്ചിരിപ്പുണ്ടോ? ജീവിച്ചിരിപ്പുണ്ട്. പ്രിയങ്ക എവിടാണെന്ന് കൃത്യമായി അറിയാവുന്ന ചില ആളുകളുണ്ട്. ഒന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, 2 വിദേശകാര്യമന്ത്രി, 3 ആഭ്യന്തരമന്ത്രി. ഇവർക്കൊക്കെ പ്രിയങ്ക എവിടെയാണെന്ന് അറിയാം. പക്ഷെ പ്രിയങ്കയുടെ അഭാവം കാണുന്നത് ഇന്ത്യയിലെ ഏറ്റവും ചരിത്രപ്രധാനമായ ഒരു ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവന്നു, വഖഫ് ബില്ല്. അതിന് കോൺഗ്രസ് വിപ്പ് കൊടുത്തു. പ്രിയങ്ക ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധി ബില്ലിനെ എതിർത്ത് പ്രസംഗിച്ചുമില്ല. അത് കഴിഞ്ഞ് ഗുജറാത്ത് പിടിക്കാൻ വേണ്ടി ഗുജറാത്തിൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം AICC മീറ്റിംഗ് വിളിച്ചു. AICC ജനറൽ സെക്രട്ടറിയായ ഇന്ദിരയുടെ മൂക്കും ഇന്ദിരയുടെ മുടിയും പല്ലുമൊക്കെയുള്ള പ്രിയങ്ക ഗാന്ധിയെ അവിടെയും കണ്ടില്ല. പ്രിയങ്ക എവിടെ പോയി? ഇതൊരു വലിയ ചോദ്യമാണ്. പ്രിയങ്ക എവിടെ പോയി എന്ന് ചോദിച്ചാൽ, പ്രിയങ്ക എവിടെ പോയി എന്ന് പ്രിയങ്ക നമ്മളോടാരും പറഞ്ഞിട്ടില്ല. പ്രിയങ്കയ്ക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ എവിടെ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, വ്യക്തി എന്ന നിലയിൽ. പക്ഷേ പ്രിയങ്ക ഒരു ഭരണഘടനാ പദവി വഹിക്കുന്ന ആളാണ്. ഭരണഘടനാ പദവി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന നിർവചിച്ചിട്ടുള്ള പദവിയാണ് പാർലമെൻറ്റ് അംഗത്വം എന്നുള്ളത്, അല്ലേ? ഭരണഘടനാ പ്രൊവിഷൻ പ്രകാരമാണ് പാർലമെൻറ്റിലെ അംഗങ്ങൾ, നിയമസഭയിലെ MLA-മാരൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്, അവർക്ക് ഈ മെൻസസ് വരുമ്പോൾ വാങ്ങുന്ന നാപ്കിൻ വാങ്ങുന്നതിൻ്റെ ചിലവ് കൊടുക്കുന്ന ആരാന്നറിയാമോ? ധന്യയും ഞാനും പ്രേക്ഷകരും ഉൾപ്പെടെയാണ്. അവരുടെ എല്ലാ ചിലവുകളും റീഇംബേഴ്സ് ചെയ്യും. ചിലവുകളെല്ലാം മെഡിക്കൽ ബില്ലുകൾ എല്ലാം റീഇംബേഴ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റീഇംബേഴ്സ് ചെയ്യുന്ന ആളുകൾ നമ്മളാണ്. അപ്പോൾ നമ്മളാണ് പണം കൊടുക്കുന്നത്, നമ്മുടെ പണം കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അവരെവിടെ പോയിരിക്കുന്നു എന്നറിയാൻ നമുക്ക് അവകാശമുണ്ട്. കാരണം നമ്മുടെ പൈസ കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇത് പ്രിയങ്കയുടെ കാര്യം മാത്രമല്ല, രാഹുൽ ഗാന്ധി എവിടെ പോകുമെന്ന് നമുക്കറിയാൻ വയ്യ, സോണിയാഗാന്ധി എവിടെ പോകുമെന്ന് അറിയത്തില്ല. ഇപ്പോൾ ആ പട്ടികയിലേക്ക് പ്രിയങ്ക ഒന്ന് വികസിച്ച് വന്നിരിക്കുന്നു. സഹോദരൻ്റെയും അമ്മയുടെയും നിലവാരത്തിലേക്ക് പ്രിയങ്കയും ഉയർന്നിരിക്കുന്നു. പൊളിറ്റിക്കലി ഡെവലപ്പ് ചെയ്തെന്ന് പറയാം. കാരണം ഇടയ്ക്കിടയ്ക്ക് ഓരോ രാജ്യത്ത് കാണത്തില്ല, നിൽക്കുന്ന നിപ്പിൽ സ്ഥലം വിടും. ഇപ്പോൾ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുമ്പ് രാഹുൽ പോകും, സോണിയാഗാന്ധി പോകും. സോണിയാഗാന്ധിക്ക് എന്തോ അസുഖമുണ്ടെന്ന് പറയുന്നുണ്ട്. അസുഖമുള്ള സോണിയാഗാന്ധിയെ ട്രീറ്റ് ചെയ്യുന്ന ആരാണ്? നമ്മളാണ്, അല്ലേ? നമ്മുടെ ചെലവിലാണ് ചികിത്സ മുഴുവൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി, അദ്ദേഹത്തിൻ്റെ 2 മുട്ടുകളും ഡാമേജായി. വേണമെങ്കിൽ ഒരു വിദഗ്ധ ചികിത്സ കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ അമേരിക്കയിലോ ലോകത്തിലെ ഏറ്റവും വലിയ ആശുപത്രിയിൽ കൊണ്ടുപോകാം. പക്ഷേ വാജ്പേയി എന്ത് ചെയ്യുന്നറിയാം? വാജ്പേയി പറഞ്ഞു, എനിക്ക് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് മതി. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ 2 മുട്ടുകളും റീപ്ലേസ് ചെയ്യുന്ന സർജറി നടന്നത് ഡൽഹിയിലെ എയിംസിലാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വേണേൽ അത് ലൈവായിട്ട് കാണിച്ചോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ആയിരുന്നു ഒരു കാലത്ത് സോണിയാഗാന്ധി, അല്ലേ? ഇപ്പോൾ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായിരുന്നു. പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് മാറ്റിക്കുക. ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ, അന്നത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി, ഇന്ന് ഏറ്റവും വലിയ പാർട്ടിയല്ല, അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധി എന്തോ അസുഖമുണ്ട് സോണിയയ്ക്ക്. എന്താ അസുഖം നമുക്കറിയത്തില്ല. അപ്പോൾ ആളുകൾ പറയും ക്യാൻസർ ആണെന്ന് പറയും. അത് സോണിയയ്ക്ക് ശരീരത്തിൻ്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ക്യാൻസർ ബാധിച്ചിരിക്കുകയാണെന്ന് പറയും. സോണിയ ഉടനെ മരിച്ചു പോകുമെന്ന് പറയും. ഇങ്ങനെയൊക്കെ പറയാൻ കാരണം എന്താണെന്നറിയോ? അങ്ങനെയൊന്നും പറയുന്നത് ശരിയല്ലെന്ന് നമുക്കറിയാം. അങ്ങനെയൊക്കെ പക്ഷേ പറയുന്നത് എന്താണ് അവരുടെ അസുഖം, അവരുടെ ആരോഗ്യനില എന്താണെന്ന് പബ്ലിക്കിനോട് അവരുടെ ചികിത്സാ ചെലവ് വഹിക്കുന്ന നമ്മളോട് പറയാത്തത് കൊണ്ടാണ്. ഇനി നമ്മളാരെങ്കിലും ഒരു വിവരാവകാശം വെച്ചിട്ട് പാർലമെൻറ്റിലേക്കോ സോണിയയുടെ ആരോഗ്യ നില എന്താണ്, അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി എത്ര രൂപ ചിലവാക്കിയിട്ടുണ്ട് നമ്മളെ അറിയിക്കണമെന്ന് പറഞ്ഞാൽ അത് സ്വകാര്യതയുടെ പ്രശ്നമാണെന്ന് പറഞ്ഞു തരില്ല. സ്വകാര്യതയെന്നും പറഞ്ഞ് ഇവർക്ക് എന്തും ചെയ്യാം. അവർക്കത് ചെയ്യുന്നതിനുള്ള കാശ് ആര് കൊടുക്കണം? നമ്മൾ കൊടുക്കണം. ഇതൊരു വിരോധാവസ്ഥയല്ലേ? പണം മുടക്കുന്നവന് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അറിയണം. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റാണ് സോണിയയും രാഹുലും പ്രിയങ്കയൊക്കെ. ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ വയബിലിറ്റി, അതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിയാനുള്ള അവകാശം നമുക്കുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വർക്കിംഗ് കണ്ടീഷൻ നമുക്കറിയേണ്ട, അത് പട്ടായ പോയി പുള്ളി പല പ്രാവശ്യം തെളിയിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് ആ വർക്കിംഗ് കണ്ടീഷൻ നടക്കട്ടെ. ഇപ്പോൾ പട്ടായ മാറ്റിയിട്ട് അദ്ദേഹം വിയറ്റ്നാമിലേക്കാണ് പോകുന്നത്. വിയറ്റ്നാമിൽ ഞാൻ പോയിരുന്നു. വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ തന്നെ ഓർക്കുന്നുണ്ട്, ഒരാഴ്ച ഞാൻ വിയറ്റ്നാമിലുണ്ടായിരുന്നു. വിയറ്റ്നാമിൽ എത്തുമ്പോഴേക്ക് തന്നെ നമ്മുടെ ഗൈഡ് പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് രാജ്യമൊക്കെയാണ്, പക്ഷേ നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഇവിടെ കിട്ടും. എന്താണോ വേണ്ടത് അതൊക്കെ ഇവിടെ കിട്ടും. ഒരു ചെറിയ രാജ്യം, കുറച്ച് മിനറൽസ് ഉണ്ട്, കുറച്ച് ഭൂരിപക്ഷവും മത്സ്യബന്ധനമാണ്, പിന്നെ ചൈനയുടെ സഹായം ഉണ്ട് എന്ന് പറയപ്പെടുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന അവിടെ സൈക്കിൾ റിക്ഷകൾ ഇഷ്ടം പോലെയുണ്ട്, സ്ത്രീകളാണ് മുഴുവൻ ജോലി ചെയ്യുന്നത്, മദ്യം ഇഷ്ടം പോലെ കിട്ടും, മദിരാക്ഷ്യം കിട്ടും. നമ്മുടെ നാട്ടിലെ പോലെയുള്ള യൂണിസെക്സ് മസാജ് പാർലറുകൾ ഇഷ്ടം പോലെയുണ്ട്. ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു, ഞങ്ങളൊരു പാക്കേജിൻ്റെ ഭാഗമായി ശരിക്കും ഗവൺമെൻറ് കൊണ്ടുപോയതാണ്. അപ്പോൾ ഗവൺമെൻറ്റിനകത്ത് ഇതിൻ്റെ ചിലവൊന്നും വഹിക്കുന്ന പൂർണ്ണമായും സൗജന്യമായിരുന്നു ഞങ്ങളുടെ ട്രിപ്പ്.
അപ്പോൾ ഗൈഡ് പറഞ്ഞു ഞങ്ങൾക്ക് ഗവൺമെൻറ്റിന് നിങ്ങളൊരു 5 സ്റ്റാർ ഹോട്ടലിൽ താമസം ഉൾപ്പെടെ ട്രാവലൊക്കെ ഉണ്ട്, പക്ഷേ എക്സ്ട്രാ സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കാശ് മുടക്കണം. പക്ഷേ എന്നോട് പറഞ്ഞാൽ മതി, ഞാനത് അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെയുള്ള ചില ആളുകൾ പോയോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പോയില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് ഇതെല്ലാം കിട്ടുമെന്നറിയാം. അപ്പോൾ പട്ടായയിൽ പോകുന്നതിനേക്കാളും കുറച്ചുകൂടെ ലാഭകരമായി പിന്നെ പട്ടായ പോയി മടുത്തില്ലേ, പാൽപ്പായസമാണെങ്കിലും ഒരുപാട് കഴിച്ചാൽ മടുക്കുമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ വിയറ്റ്നാം മാറ്റിപ്പിടിച്ചു. വിയറ്റ്നാമിൽ നിന്ന് കംബോഡിയയ്ക്ക് പോയിട്ടുണ്ട്. കംബോഡിയ ഈ പറഞ്ഞ പോലെ ചൈനയുടെ ഒരു ആശ്രിത രാജ്യമാണ്. ഈ രാഹുൽ ഗാന്ധിയുടെ നിക്ഷേപങ്ങളൊക്കെ ആളുകൾ പറയുന്നതാണ് രാഹുൽ ഗാന്ധിയുടെയും കുടുംബത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെ സ്വിസ് ബാങ്കിൽ നിന്ന് ചൈനീസ് നിക്ഷേപങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് എന്നൊക്കെയുള്ള കഥകളൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിലുണ്ട്. ഇതൊന്നും നമുക്കറിയില്ല, കേട്ടുകഴിവിയാണ്, കിംവദന്തികളാവാം. പക്ഷേ ഇത്തരം കിംവദന്തികൾ അസുഖം സംബന്ധിച്ച് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ കുപ്രസിദ്ധമായ സെക്സ് ടൂറിസമുള്ള, അങ്ങനെ തന്നെ പറയാം, സെക്സ് ടൂറിസത്തിന് കുപ്രസിദ്ധമായ സ്ഥലങ്ങളിലേക്ക് നിരന്തരമുള്ള യാത്ര, പേരിന് അവിവാഹിതനായ ഒരാൾ 10-50 വയസ്സ് കഴിഞ്ഞു, ഒരു മനുഷ്യനും ഇല്ലേ കൊതുവിനും ഇല്ലേ കുമികടി എന്ന് പറയുന്നത് പോലെ അങ്ങനെ പോകുന്ന ഒരു മനുഷ്യൻ്റെ വെയർഅബൌട്ട്സ്, പ്രത്യേകിച്ച് ഇന്ത്യ സർക്കാരിന് ഏറ്റവും നല്ല സുരക്ഷ കൊടുക്കുന്ന VVIPകളായ ആളുകൾ പോകുന്നു, അതിനെക്കുറിച്ച് അറിയേണ്ടതാണ്. അപ്പോൾ പ്രിയങ്കയ്ക്ക് മാത്രം ഈ പരിപാടി ഉണ്ടായിരുന്നില്ല. പ്രിയങ്കയെക്കുറിച്ച് പറയുന്നത് ഈ പ്രിയങ്കയ്ക്ക് ബൈപ്പോളാർ ഡിസീസ് ഉണ്ടെന്ന് പറയുന്ന സുബ്രഹ്മണ്യ സ്വാമി അതിൻ്റെ രേഖകളൊക്കെ ഹാജരാക്കി. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എവിടെയെങ്കിലും പ്രിയങ്ക ഗാന്ധിയെ രാത്രി 7 മണിക്ക് ശേഷം കണ്ടിട്ടുണ്ടോ? 7 മണിക്ക് ശേഷം പ്രിയങ്ക വേറൊരാളാണ്. പ്രിയങ്കയുടെ അടുത്തൊന്നും ആർക്കും പോകാൻ പറ്റില്ല. അടുത്ത് പോയ ആളെ എന്ത് ചെയ്യുമെന്നുള്ളത് പ്രിയങ്കയ്ക്ക് പോലും അറിയില്ല. അങ്ങനെയൊക്കെ വല്ലാത്തൊരു മാനസിക അവസ്ഥയിലൂടെയാണ് പ്രിയങ്ക കടന്നു പോകുന്നുള്ള ഗുരുതരമായ ഒരു ആക്ഷേപം സുബ്രഹ്മണ്യൻ സ്വാമി ഉന്നയിച്ചിരുന്നത്. അതുകൊണ്ട് പ്രിയങ്ക മത്സരിക്കരുത്, പാർലമെൻറ്റിൽ അംഗമാകാൻ പാടില്ല, അതുകൊണ്ടാണ് ഇക്കാലം അത്രയും മത്സരിക്കാതിരുന്നത് എന്നൊക്കെയുള്ള തിയറികളുണ്ട്. പക്ഷേ അത് സംബന്ധിച്ച് പോലും സുബ്രഹ്മണ്യൻ സ്വാമി ഇങ്ങനെ ഒരു ആക്ഷേപം പറയുമ്പോൾ അതെനിക്ക് അങ്ങനെ അസുഖമൊന്നുമില്ല, എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നത് തന്നെയാണെ പറയത്തില്ലേ. പക്ഷെ അതും പറഞ്ഞിട്ടില്ല. കാരണം സ്വാമിയോട് കളിക്കാൻ പറ്റത്തില്ല, സ്വാമിയുടെ എല്ലാത്തിൻ്റെയും ഡോക്യുമെൻ്റ് ഉണ്ടാവും. ഏതായാലും പ്രിയങ്ക ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെ ഇങ്ങനെ പോവുകയാണ്, ഓരോ സ്ഥലത്തേക്ക് പോവുകയാണ്. റോബർട്ട് വാദ്ര കൂടെ ഉള്ളതായിട്ട് അറിയില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി പോകുന്ന അതേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ പ്രിയങ്ക പോകുന്നത് എന്ന് നമുക്കറിയില്ല. കാരണം രാഹുൽ ഗാന്ധി എന്തിനാ പോകണമെന്ന് നമുക്കറിയത്തില്ല. ഏതായാലും ബോബനും മോളിയും ബോബൻ്റെ വഴിയെ മോളിയും പോകുന്നു. എന്തിനാണെന്നറിയില്ല, എന്ന് വരുമെന്നറിയത്തില്ല. പക്ഷേ ഇത് ഇന്ത്യ സർക്കാരിന് അറിയാം. ഞാൻ ആലോചിക്കുന്നത് ഈ നരേന്ദ്രമോദിയൊക്കെ ഏറ്റവും മോശമായി അധിക്ഷേപിച്ച പാരമ്പര്യമാണ് ഇവരുടെ മദാമ്മയ്ക്കും ഈ പപ്പു ഗാന്ധിക്കും ഈ പിങ്കി ഗാന്ധിക്കും ഉള്ളത്. പക്ഷേ മോദിക്ക് വേണമെങ്കിൽ ഇവരെവിടെയൊക്കെ പോകുന്നു എന്നുള്ളതിന് കൃത്യമായ വിവരങ്ങൾ നമ്മുടെ ഏജൻസികൾ കൊടുത്തുകൊണ്ടിരിപ്പുണ്ട്. ഇവർ സുരക്ഷ ഒക്കെ ഒഴിവാക്കിയിട്ടാണ് പോകുന്നതെങ്കിൽ പോലും വിദേശത്ത് നമ്മുടെ ആളുകളുണ്ടെന്നേ, നമ്മുടെ അജ്ഞാതന്മാർ വരെ ഇഷ്ടം പോലില്ലേ. അപ്പോൾ എന്തു വേണേലും നടക്കും. പക്ഷേ ഇവരുടെ എവിടെയൊക്കെ പോകുന്നു, ആരെയൊക്കെ കാണുന്നു എന്നതിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഫയലിലുണ്ട്. പക്ഷേ ഇവർ ഇത്രമാത്രം ആക്ഷേപിച്ചിട്ടും അതൊന്നും പുറത്ത് വിടുന്നില്ല നരേന്ദ്രമോദി. അതാണ് ഒരു രാഷ്ട്രീയ മാന്യത എന്ന് പറയുന്നത്. ആ മാന്യത എത്ര കാലം തുടരണം? ഇവരിങ്ങനെ നിരന്തരം ഈ ദേശീയതയെ ഇന്ത്യ വിഘടിച്ചു പോകണം, ഇന്ത്യക്കെതിരെയാണ് ഈ യുദ്ധം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യനും അയാളുടെ സഹോദരിയും അവരുടെ അമ്മയും ഇങ്ങനെ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പുതിയ സെറ്റപ്പുകൾ തേടി രാഹുലിൻ്റെ പിന്നാലെ പ്രിയങ്കയും പോകുന്ന ഈ പശ്ചാത്തലത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കുറച്ച് തന്ത്രപരമായ നിലപാടെടുത്ത് ജനങ്ങളോട് ഇവരെന്തിനു പോകുന്നു, ഇവരുടെ യാത്രകളുടെ ഉദ്ദേശം എന്താണെന്ന് പറയണം. ഇപ്പോൾ തന്നെ പ്രിയങ്കയ്ക്ക് വേറെന്തെങ്കിലും ഇടപാടുകൾ വിദേശത്തുണ്ടോ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. എക്സിലൊക്കെ നോക്കുകയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി എവിടെയാണ്, പ്രിയങ്കയുടെ ദുരൂഹമായ യാത്രകൾക്ക് പിന്നിൽ റോബർട്ട് വാദ്രയുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതോ പുതിയ വല്ല സൗഹൃദങ്ങളും ഉണ്ടോ, പുതിയ സുഹൃത്തുക്കളെ തേടിപ്പോയതാണോ, അതല്ല ഇനി സോണിയാഗാന്ധിയെ പോലെ പ്രിയങ്ക ഗാന്ധിക്കും എന്തെങ്കിലും അസുഖമുണ്ടോ, അതോ ഇനി സ്വിസ് ബാങ്കിലും മറ്റുമുള്ള നിക്ഷേപങ്ങൾ അത്ര സുരക്ഷിതമല്ലാത്തതുകൊണ്ട് ഇവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാജ്യമായ ചൈനയിലേക്ക് മാറ്റാനുള്ള നീക്കമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്, നമ്മൾ പറയുന്നല്ല കേട്ടോ, എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ഇലോൺ മസ്കിൻ്റെ എക്സിൽ ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പം നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തക അല്ലേ, രാഷ്ട്രീയ പാരമ്പര്യം എന്ന് പറയുന്ന ഒരാളുടെ മകളായി ജനിച്ചു എന്നുള്ളത് മാത്രമാണ് പാരമ്പര്യം. അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി രാജ്യത്തിൻ്റെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടുള്ള സംഭാവനയൊന്നും പ്രിയങ്ക ഗാന്ധി ഒന്നും ചെയ്തിട്ടില്ല. ഇന്ദിരയുടെ പോലെ മൂക്കുണ്ട്, ഇന്ദിരയുടെ പോലെ മുടിയുണ്ട് എന്നുള്ള ഏക അവകാശവാദവുമായിട്ടാണ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത്. പക്ഷേ അവരെക്കുറിച്ച് ഇങ്ങനെ കഥകൾ കേൾക്കേണ്ടി വരുന്നത്
നമുക്ക് വിഷമമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയങ്കയ്ക്ക് എന്താണ്, പ്രിയങ്ക എവിടെയാണ്, പ്രിയങ്ക ആരുടെ കൂടെയാണ്, പ്രിയങ്ക എന്തിനാണ്, പ്രിയങ്ക എപ്പോൾ വരും, പ്രിയങ്ക എന്തിനു പോയി എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കാൻ ഇവരുടെ ചെലവ് വഹിക്കുന്ന നമുക്ക് അവകാശമുണ്ട്. ഇന്ത്യയിലെ MP-മാർ വിദേശയാത്ര നടത്തുമ്പോൾ അതിനു മുമ്പ് ലോക്സഭാ സ്പീക്കറുടെ മുൻകൂർ അനുമതി വാങ്ങണമെന്നുണ്ട്. പക്ഷേ പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ച് അങ്ങനൊരു അനുമതി വാങ്ങിയിട്ടില്ല എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ അനുമതി വാങ്ങിയിട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല, കാരണം അംഗത്വം നഷ്ടപ്പെടത്തില്ല. പക്ഷെ ഒരു മര്യാദയാണ്, ഒരു മര്യാദ. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, പട്ടേലിൻ്റെ പ്രതിമയിൽ രാഹുൽ ഗാന്ധി മാലയിടുന്നു. ആര് പട്ടേൽ എന്ത് പട്ടേൽ ഓടി വരുന്നു, ഒരു സാധനം കണ്ടിടുന്നു, തിരിച്ചു പോകുന്നു. ഒരു ടീഷർട്ടും ഒരു 3 ലക്ഷം രൂപയുടെ ഷൂസ് ഇട്ടാണല്ലോ മനുഷ്യൻ നടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മുന്തിയ, ഏറ്റവും വില കൂടിയ ടീഷർട്ടും ഏറ്റവും വില കൂടിയ ഷൂസും ഒക്കെ ഉപയോഗിക്കുന്ന ഈ മനുഷ്യൻ സർദാർ പട്ടേൽ ഞങ്ങളുടേതാണെന്ന് ഗുജറാത്തിലെ സമ്മേളനത്തിന് ശേഷം ആ അർദ്ധകായ പ്രതിമയിൽ മാലയിടുന്നൊരു വീഡിയോ ഉണ്ട്. എത്ര വലിയ ആണെന്നറിയോ? തന്നെ കണ്ടു ആ വീഡിയോ? ആ വീഡിയോ എൻ്റെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് വേണേൽ പ്രേക്ഷകരെ കാണിക്കാം. ആ വീഡിയോ അങ്ങനെയൊക്കെയാണ് പെരുമാറാൻ അറിയാത്ത ആളുകൾ. എന്ത് ലോകസഭാ സ്പീക്കർ, ഞാനങ്ങ് പോവും, നീ ആരാടാ ചോദിക്കാൻ എന്ന മട്ടിലാണ്. പ്രിയങ്കയുടെ ഈ സഞ്ചാരം ഒരു നല്ല പദത്തിലൂടെയുള്ള സഞ്ചാരമല്ല, പദം തെറ്റിയുള്ള സഞ്ചാരമാണ്. അത്തരം സഞ്ചാരങ്ങളെ വേണമെങ്കിൽ അബദ്ധ സഞ്ചാരം എന്ന് പറയാം. ആ അബദ്ധ സഞ്ചാരം രാഷ്ട്രീയ പ്രവർത്തകർ ഒഴിവാക്കേണ്ടതാണ്.